ഡൽഹിയിൽ ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന തുടരുന്നു. ജഗ്പുരയിൽ നിന്ന് മയക്കുമരുന്നുമായി 2 അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു. പിടിയിലാകുന്നവരെ മുഴുവൻ നാടുകടത്തുമെന്നും സൗത്ത് വെസ്റ്റ് ജില്ലയിൽ നിന്ന് മാത്രം 30 അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചെന്നും അധികൃതർ വ്യക്തമാക്കി. ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയുടെ നിർദ്ദേശപ്രകാരം രാജ്യതലസ്ഥാനത്ത് പ്രത്യേക പരിശോധന തുടരുകയാണ്. ജംഗ്പുരയിൽ നടത്തിയ പരിശോധനയിലാണ് 8 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി 2 അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടിയത്. ഹമീദുൾ, നസീമ എന്നിവരാണ് പിടിയിലായതെന്നും ഇവരെയും നിയമ നടപടികൾ സ്വീകരിച്ച ശേഷം ബംഗ്ലാദേശിലേക്ക് നാടുകടത്തുമെന്നും പോലീസ് അറിയിച്ചു. വിവിധ സ്റ്റേഷൻ പരിധിയിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിശോധന 2 മാസം തുടരാനാണ് ഡൽഹി പോലീസിന്റെ തീരുമാനം. പിടിയിലാകുന്നവരെ മുഴുവൻ ആഭ്യന്തര മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് നാടുകടത്തൽ നടപടി സ്വീകരിക്കും. സൗത്ത് വെസ്റ്റ് ജില്ലയിൽ നിന്ന് മാത്രം ഇതുവരെ 30 അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചു. അസം, ത്രിപുര, മേഘാലയ ഉൾപ്പെടെ വടക്കുകിഴക്കൻ മേഖലയിലും മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ പരിശോധന തുടരുകയാണ്. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ബംഗ്ലാദേശി പൗരന്മാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നുണ്ടെന്ന് സുരക്ഷാ ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ജനം, ഡൽഹി.